മണ്ണാർമലയിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു. നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. ഈ ആഴ്ച 3-ാം തവണയാണ് പുലിയെ കാണുന്നത്. എന്നിട്ടും വനം വകുപ്പ് നടപടി കൈക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. ശിവദാസ്. വിനോദ, നരഭോജിക്കടുവ ഇപ്പോൾ കൂട്ടിലായതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഇപ്പോൾ ഈ മണ്ണാർമലയിൽ പുലിയുടെ ഒരു ഭീതിയിൽ പുലിയുടെ സാന്നിധ്യം ഉള്ളത്. പലതവണ നാട്ടുകാർ ഈ മണ്ണാർമല ഭാഗത്ത് പുലിയെ കണ്ടിരുന്നു. നാട്ടുകാർ തന്നെയാണ് ഇടപെട്ട് ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ക്യാമറകൾ സ്ഥാപിച്ചത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലുള്ള ആളുകളെല്ലാം തന്നെ വലിയൊരു ഭീതിയിലാണ് ഈ പ്രദേശത്ത് കഴിയുന്നത്. പലതവണ നാട്ടുകാർ ഇക്കാര്യം വനം വകുപ്പിനെ അറിയിച്ചെങ്കിലും വനം വകുപ്പ് കൃത്യമായ ഒരു ഇടപെടലൊന്നും തന്നെ നടത്തിയിട്ടില്ല. ഇപ്പോഴും പുലിയെ പിടികൂടാനുള്ള ഒരു ഇടപെടലും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇല്ല. കഴിഞ്ഞ ആഴ്ചയും ഇത്തരത്തിൽ പുലിയെ കണ്ടിരുന്നു. ഈ ആഴ്ച മാത്രം 3 തവണയാണ് പുലിയെ ഇവിടെ കണ്ടതായി നാട്ടുകാർ പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിലാണ് ഇപ്പോൾ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുലി ഈ പ്രദേശത്ത് ഉണ്ട് എന്നുള്ള സ്ഥിരീകരിക്കപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ വനം വകുപ്പ് ഈ പുലിയെ പിടികൂടാനുള്ള ഒരു നീക്കവും നടത്തുന്നില്ല. എന്തായാലും വലിയൊരു പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ പുലി ഈ പ്രദേശത്ത് ഉണ്ട്. പലപ്പോഴും നാട്ടുകാർ വളർത്തുന്ന വളർത്തുമൃഗങ്ങളെ അടക്കം കടിച്ചു കൊല്ലുന്ന ഒരു പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ വലിയ ഭീതി സൃഷ്ടിച്ചിട്ടും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഇല്ലാത്തതിൽ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പുലിയെ നിരവധി തവണ ഇങ്ങനെ ക്യാമറയിൽ പുലിയുടെ സാന്നിധ്യം മനസ്സിലായിട്ടും എന്തുകൊണ്ടാണ് വനം വകുപ്പ് ഇതിനെ കൊടുക്കാനുള്ള കെണി സ്ഥാപിക്കാതെ കൂട് സ്ഥാപിക്കാതെ മുന്നോട്ട് പോകുന്നത്? എന്തുകൊണ്ടാണ് ശിവദാസ്? വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഇക്കാര്യത്തിൽ മറുപടി ലഭിക്കുന്നുണ്ടോ ശിവദാസ്? വിനോദ, വനംവകുപ്പ് നേരത്തെ ഇവിടെ ഒരു കൂട് സ്ഥാപിച്ചിരുന്നു. പക്ഷേ ആ കൂട്ടിലൊന്നും തന്നെ പുലി അകപ്പെട്ടിരുന്നില്ല. ഇത്തരത്തിൽ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഉദ്യോഗസ്ഥരുടെ അഭാവം അടക്കമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതായി വനംവകുപ്പ് പറയുന്നുണ്ട്. മാത്രമല്ല ഈ പുലിയുടെ ദൃശ്യങ്ങൾ നാട്ടുകാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകുമ്പോൾ, അല്ലെങ്കിൽ അവർ ഈ ദൃശ്യങ്ങൾ സഹിതം അവർക്ക് കൃത്യമായ തെളിവ് സഹിതം ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകുമ്പോൾ അവർ ഒരു ഉദാസീനത ഉള്ള നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. കൃത്യമായി തന്നെ ഒരു ഇടപെടൽ നടത്താനുള്ള ഒരു നീക്കം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. കൃത്യമായ ഒരു നിർദ്ദേശം അവർക്ക് ലഭിച്ചിട്ടില്ല. പുലിയെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം മുകൾ തട്ടിൽ നിന്നും അവർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് നിലവിൽ ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷെ നിലവിൽ ഈ ഭാഗങ്ങളിൽ കൂട് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഈ കൂട്ടിലൊന്നും തന്നെ പുലി ഉൾപ്പെട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കാനുള്ള ഒരു നടപടിയും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. നിലവിൽ നാട്ടുകാർ ഈ ഭാഗങ്ങളിൽ സ്ഥാപിച്ച ക്യാമറയിലാണ് ഇപ്പോൾ പുലി. മലപ്പുറം മണ്ണാർമലയിലാണ് വീണ്ടും പുലിയുടെ സാന്നിധ്യം നാട്ടുകാർ വെളിപ്പെടുത്തുന്നത്. നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിലാണ് പുലിയുടെ സാന്നിധ്യം വെളിപ്പെടുന്നത്. എന്നിട്ടും വനം വകുപ്പ് പുലിയെ പിടികൂടുന്നതിനാവശ്യമായി യാതൊരു നടപടിയും സ്വീകരിക്കാതെ പോകുന്നതിൽ നാട്ടുകാർക്ക് കടുത്ത അമർഷമാണുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മലപ്പുറത്തു നിന്നും ശിവദാസ് കന്മനം.